Now we can discuss the second property of cobb-Douglas production function. You can see CD production function is linear homogeneous and it generates constant returns to scale. You know, we have already discussed in the previous video what is homogeneous production function and linearly homogeneous production function. Here, you know, the degree of homogeneity here is 1. We need to prove this property as well. We know the general form of cobb-Douglas production function, that is, you know, Q is equal to A into L raised to alpha into K raised to beta. Here we need to prove, you know, this production function is linearly homogeneous, that is degree of homogeneity is 1 plus it satisfies, you know, it generates or retains constant returns to scale. Constant returns to scale and when you double input, output also doubled. When you triple the input, output also tripled. That is, you know, labor and capital നിങ്ങൾ 10% increase ചെയ്താൽ output എന്തായിരിക്കും 10% increase ചെയ്യും. That is, you know, constant returns to scale. To prove this property, I would like to multiply both the factors of production, that is labor and capital, with a constant, that is, you know, lambda. Lambda എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. See, I will use this letter, Greek alphabet lambda. Okay, lambda. Then we can see what will happen. This is the original production function. Then I would like to add or multiply labor and capital with a constant, that is lambda. Then we will get a new level of output, that is, you know, Q star, right? Then A into labor and capital. Labor ഞാൻ എന്താണ് ലാംഡ വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. ലാംഡ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു ദെൻ ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ ഞാൻ എന്താണ് അതേ കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലാംഡ കെ റൈസ് ടു ബീറ്റ. ഓക്കെ, വെരി വെരി സിമ്പിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലിൻ്റെ പവറാണ് എന്ത് ആൽഫ, ക്യാപിറ്റലിൻ്റെ പവറാണ് ബീറ്റ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആൽഫ എന്ന് പറയുന്ന ഈ പവർ ഇറ്റ് ഈസ് ആൾസോ അപ്ലിക്കബിൾ ടു ലാംഡ. ഇത് കോമൺ ആണ്, റൈറ്റ്? സിമിലർലി ദ പവർ ലൈക്ക് യു നോ ബീറ്റ ഈസ് ഓൾസോ അപ്ലിക്കബിൾ ടു ലാംഡ. ദെൻ വി ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ലാംഡ ടു ദ പവർ ആൽഫ ഇൻറ്റു എൽ ടു ദ പവർ ആൽഫ. ഓക്കെ, ദെൻ ഹിയർ യു നോ ലാംഡ റൈസ് ടു ബീറ്റ or lambda to the power beta and k to the power beta. Okay, then here, you know, we need to prove, you know, it is linearly homogeneous and also constant returns to scale. നമ്മൾ എന്താ ചെയ്തു, ലാംഡ ആ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂ ലെവൽ ഓഫ് ഔട്ട്പുട്ടും എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദിസ് കോൺസ്റ്റന്റ്. ഓക്കെ, then here from this formula we can see ലാംഡ, then ഇവിടെയും ഒരു ലാംഡ ഉണ്ട്, ഒരേ ബേസ് ഉള്ള. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഒരുമിച്ചിട്ടുണ്ട് എടുക്കുന്നു. ലാംഡ റൈസ് ടു ആൽഫ ആൻഡ് ലാംഡ റൈസ് ടു ബീറ്റ. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഞാൻ എന്താ ചെയ്തത്, ഈ ലാംഡനെയും ഒരുമിച്ചെടുത്തു. കാരണം എന്താ, ബേസ് സെയിം ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ ലാംഡ ബേസ് ആണ്, ഈ ആൽഫ എന്താണ്, പവറാണ്. ഓക്കെ, ദെൻ റിമൈനിങ് പാർട്ട് എന്താ വരുന്നത്, ഈ ലാംഡ ഞാനിവിടെ എടുത്തു, ഇവിടുത്തെ ലാംഡയും ഞാനിവിടെ എടുത്തു. ദാറ്റ് ഈസ് ലാംഡ റൈസ് ടു ആൽഫ, ലാംഡ റൈസ് ടു ബീറ്റ. പിന്നെ അവിടെ റിമൈനിങ് പാർട്ടുള്ള എന്താണ്, എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. ഓക്കെ, ദെൻ മാത്തമാറ്റിക്സിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. ബേസ് സെയിം ആയാൽ യു ക്യാൻ ടേക്ക് എ സിംഗിൾ ബേസ് ലാംഡ. Then you just add the powers. ആൽഫ ആൻഡ് ബീറ്റ നിങ്ങൾക്ക് ആഡ് ചെയ്യുക, സം ചെയ്യുക, ആൽഫ പ്ലസ് ബീറ്റ. ഓക്കെ, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഇവിടെ എന്താ ടെക്നിക്ക് എന്താ ഉപയോഗിച്ചത്, ബേസ് സെയിം ആണ്. ബേസ് സെയിം ആയാൽ പവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. റിസൾട്ട് സെയിം ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം. ദെൻ ബാക്കി വരുന്നത് എന്താണ്, എ ഇൻറ്റു എൽ റൈസ് ടു ആൽഫ ഇൻറ്റു കെ റൈസ് ടു ബീറ്റ. Okay, you know, from the cobb-Douglas production function we know alpha plus beta is equal to 1. See, we can simply write down alpha plus beta is equal to 1 ആണ്. കാരണം എന്താ, cobb-Douglas production function, you know,
Q is equal to A into L raised to alpha. Alpha എന്തായിരുന്നു 3/4 into K raised to beta. Beta എന്തായിരുന്നു 1/4. Isn't it? 3/4 plus 1/4 is equal to 1 ആണ്. That is why you know constant returns to scale. നമ്മൾ ആ previous വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So here you know since alpha plus beta is equal to 1, then this production function become you know lambda into A into L raised to alpha into K raised to beta. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് A into L raised to alpha into K raised to beta. ഈ പോർഷൻ എന്താണ്? It is actually Q. Q എന്ന് പറഞ്ഞാൽ എന്താണ്? A into L raised to alpha into K raised to beta. That is you know new level of output. Q star is equal to lambda into Q. Okay. So we actually proved what? Cobb-Douglas production function is linearly homogeneous production function. Why? The degree here you know lambda power എന്താണ് degree എന്താണ് 1 ആണ്. And it also generates returns to scale. Why? ലാബറും ക്യാപിറ്റൽ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്താണ്? ഇറ്റ് ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് ലാംഡ. ഓക്കെ, നോ പ്രോബ്ലം. നൗ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സി ബൈ യൂസിങ് ദിസ് ഫോർമുല വി ക്യാൻ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഈ പ്രോപ്പർട്ടി സെപ്പറേറ്റ് ആയിട്ട് 5 മാർക്ക് ചോദിക്കട്ടോ. കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ സെയിം ആൻസർ ആണ്. ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്താണ് കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിന് ആൻസർ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എസ്സേയിൽ മാത്രമല്ല സെപ്പറേറ്റ് 5 മാർക്കിനും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഞാനൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറയാണ്. ദാറ്റ് ഈസ് ഇൻ കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ദി ഡിഫറെൻറ്റ് ഫോർമാറ്റ്. Q is equal to B0 into L raised to B1 into K raised to B2. ഇങ്ങനെ ഒരു ഇക്വേഷനിൽ how can we measure returns to scale? See, returns to scale as per the mathematical format, it is the summation of coefficient of factors of production. Okay, then returns to scale is equal to, here you know L ന്റെ കോയിഫിഷ്യന്റ് പവർ എന്താണ്? B1 ആണ്. K ന്റെ പവർ എന്താണ്? B2. ഏതുപോലെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ പോലെ then returns to scale simply is B1 plus B2. ഓക്കെ, സെയിം തിങ് ആണ്. ഏതുപോലെ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ അതെന്താണ്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓർ യുനോ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1, ഇറ്റ് ഈസ് യുനോ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ലെസ് ദാൻ 1, then it represents decreasing returns to scale, isn't it? So here the important thing is that by using Cobb-Douglas production function we can measure the returns to scale. ഓക്കെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കോബ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ റിട്ടേൺസ് ടു സ്കെയിൽ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കോയിഫിഷ്യൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലേബറിന്റെ കോയിഫിഷ്യന്റ് ആൽഫ, ക്യാപിറ്റലിന്റെ കോയിഫിഷ്യന്റ് ഓർ പവർ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ. നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ തന്നാൽ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. ലേബറിന്റെ പവറും ക്യാപിറ്റലിന്റെ പവറും ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്നത് 1 ആണെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ആഡ് ചെയ്തത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ആഡ് ചെയ്തത് ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ഹാൻഡിൽ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. So we can just write down the production function like this. Q is equal to A into L raised to alpha into K raised to beta. So we know alpha plus beta is equal to 1. Okay, then beta is equal to 1 minus alpha. Okay, beta is equal to 1. E positive alpha RHS ku പോകുമ്പോൾ minus alpha. So we can write down like this. Q is equal to A into L raised to alpha into K raised to 1 minus alpha. ഓക്കെ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ഈ ബേസ് സെയിം ആയാൽ അതിൻ്റെ പവർ ആഡ് ചെയ്യാം എന്നുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു മാറ്റർ ഇപ്പോൾ ലാംഡ ബേസ് സെയിം ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബേസ് എടുത്ത് ലാംഡ, ദെൻ പവർ ആൽഫ പ്ലസ് ബീറ്റ പവർ ആഡ് ചെയ്തു. അതിൻ്റെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയുള്ള ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. സി 2 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഈക്വൽ ടു
2 into 2, 4. 4 into 2, 8. Then 2 square, 2 into 2 is equal to 4. Then what is the right answer here? 8 into 4 is equal to 32. Okay. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ റൂൾ പ്രകാരം ബേസ് സെയിം ആണ്. ബേസ് എന്ന് പറയുന്നത് 2 ആണ്, പവർ 3 ആണ്. ഇവിടെ ബേസ് 2 ആണ്, അതിൻ്റെ പവറും 2 ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോർമാറ്റ് മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ബേസ് സെയിം ആയാൽ യു നീഡ് ടു ടേക്ക് ഓൺലി 1 വാല്യൂ 2. Then 3 plus 2. 3 plus 2. That is 2 raised to 5. Then what is the answer? 2 into 2 into 2 into 2. 2 into 2, 4. 4 into 2, 8. 8 into 2, 16. 16 into 2, 32. Same answer. Okay. ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ടാണ് അതിൻ്റെ പവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.